ഹായ് ഓൾ, നമസ്കാരം. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടെ നമുക്കറിയാം എന്താണ് RRB NDPCയുടെ ഇപ്പോൾ എക്സാമിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ കുറച്ച് ഏതാണ്ട് 23-ാം തീയതി വരെ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ എത്ര പേര് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, അതായത് ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേർക്ക് എക്സാം കഴിഞ്ഞ് ഇനിയുള്ള ആളുകൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ. അപ്പോൾ AZB നിങ്ങൾക്ക് ഒരു സഹായകരമായിട്ട് ഇപ്പോൾ കുറച്ച് സബ്ജക്ട്സിൻ്റെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നുള്ളതായിരുന്നു നോക്കാം. അപ്പോൾ അതിന് അനുസരിച്ചുള്ള സബ്ബായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നോക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി AZB അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് RRB NDPCയുടെ നമ്മൾ 2022 നടന്ന CBT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, വിത്ത് റെസ്പെക്ട് ടു ദ മെമ്മറി, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് USB? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഏതാണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിലേക്കുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഒന്നാമത്തേതിലൊക്കെ നമുക്ക് ആദ്യവും അവസാനവും ഒക്കെ നോക്കി ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ആദ്യത്തെ ഇപ്പോൾ യൂണിവേഴ്സലും ഉണ്ട്, ബസ്സും ഉണ്ട്, വെച്ചങ്ങടിക്കും. അങ്ങനല്ല, അത് ചെയ്യരുത്. ഈ ഫുൾ ഫോം ഒക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. ഫുൾ ഫോം ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പോൾ നോക്കിയേ, യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതേപോലെ തന്നെ വരുന്നതാണ് URL. എന്താ പറയുക URLന്റെ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. URL വരുമ്പോൾ എന്താണ്? URL വരുമ്പോൾ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് അല്ലേ. URLന് വരുമ്പോൾ ഏതാണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. പിന്നെ അതേപോലെ തന്നെ IP എന്തായിരുന്നു? IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഫുൾ ഫോമുകളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ എന്തെങ്കിലും ആണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇത് നമ്മൾ നോക്കണം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കണം. യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് ഏതെന്ന് പറയുന്നത്? USB. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ HDD എന്താണ്? HDD എന്തായിരുന്നു? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് അല്ലെ. HDD ഏതാണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെമ്മറിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഏതാ? റാൻഡം ആക്സസ് മെമ്മറി, SRAM ഉണ്ട്. SRAM എന്തായിരുന്നു? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആണ്. പിന്നെ അതേപോലെ തന്നെ EMROM ഉണ്ട്. EMPROM. എന്താണ് EMPROM? മാസ്ക് റീഡ് ഒൺലി മെമ്മറിയാണ് അല്ലെ. EMPROM ഏതാണ്? മാസ്ക് ഇതൊരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ PROM, EPROM, EEPROM എന്നൊക്കെ പറയുന്നതിനോട്ട് EMPROM ഉണ്ട്. മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തായാലും അടുത്ത ഒരു വീഡിയോയിലേക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ അബ്സല്യൂട്ട് അഡ്രസ് ഇൻ എക്സൽ? നോക്കിയിട്ട് എക്സൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. എക്സൽ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? സ്പ്രെഡ്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന അബ്സല്യൂട്ട് അഡ്രസ്സിനെ കേന്ദ്രീകരിച്ച് പറയുന്നത്. അബ്സല്യൂട്ട് അഡ്രസ്സുകളെ കേന്ദ്രീകരിച്ച് ഡോളർ ആണോ, ആംപർസെന്റ് ആണോ, പേഴ്സൻറ്റേജ് ആണോ, ഹാഷ് ആണോ? ഡോളർ ആണോ, ആംപർസെന്റ് ആണോ, പേഴ്സൻറ്റേജ് ആണോ, ഹാഷ് ആണോ? ഏതാണ്? ഡോളർ ആണ് കേട്ടോ. ഏതാണ്? ഡോളർ. അബ്സല്യൂട്ട് അഡ്രസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഏതാണ്? ഡോളർ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈക്വൽ ടു ഇട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഈക്വൽ ടു അത് അഡ്രസ്സിനെ സംബന്ധിച്ചിട്ടല്ല, ഓരോ വാല്യൂ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സെല്ലിനകത്ത് വെച്ചിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് രണ്ട് റോ എന്താണോ നമ്മളവിടെ ഫംഗ്ഷൻ കൊടുക്കുന്നത് വേണമെങ്കിൽ അതവിടെ കൊടുക്കുക. അവിടെ ഈക്വൽ ടു ആണ് അന്നേരം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സ്പ്രെഡ്ഷീറ്റിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇവിടെ വർക്ക്ഷീറ്റിനകത്താണ് ഏതാണ്?
വർക്ക്ഷീറ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത് കേട്ടോ. വർക്ക്ഷീറ്റിനകത്ത് എൻ്റർ ചെയ്യുന്ന പറയുമ്പോൾ ഡോക്യുമെന്റേഷൻ വരുമ്പോൾ, അതായത് ടെക്സ്റ്റ് എഡിറ്റിംഗ്, അതായത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവിടെ പേജസ് ആണ് വരുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവിടെ എന്താണ് വരുന്നത്, സ്ലൈഡ് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ അവിടെ ഏതിനകത്താണ്, വർക്ക്ഷീറ്റിനകത്താണ്. ഈ വർക്ക്ഷീറ്റിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പോകും. ഇതിനെ റോ എന്നും വെർട്ടിക്കലായിട്ട് വരുന്ന കുറച്ച് സാധനമുണ്ട്, അതിനെ കോളം എന്നും. ഇതെല്ലാം കൂടെ ഇന്റർസെക്ട്, ഈ റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത് ഏതാണ്, സെല്ലുമാണ്. ഈ ഒരു സാധനം കൂടി, ഈ ഒരു സെൽ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഏതിനകത്ത്, ആ എക്സൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. വർക്ക്ഷീറ്റിനകത്താണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ അങ്ങോട്ട് തരാം. ഒരു ഷീറ്റിനകത്ത് എത്ര റോയും എത്ര കോളവും ഉണ്ട്? ഓക്കെ ആണല്ലോ. ഒരു വർക്ക്ഷീറ്റിനകത്ത് എത്ര കോളം എത്ര റോ, അപ്പോൾ കോളം എത്ര എണ്ണം ഉണ്ടെന്നും റോ എത്രണ്ണം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തില്ല കേട്ടോ. കോളവും റോയും എത്രണ്ണം ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണേ. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡാഷ് ഈസ് എ മാഗ്നറ്റിക്കലി തിൻ കോട്ടഡ് പീസ് ഓഫ് പ്ലാസ്റ്റിക് റാപ്ഡ് അറൗണ്ട് ദ വീൽസ് which is sequentially accessed and is often used for backing up a large amount of data. SSD ആണോ, സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് ആണോ, ഡ്രൈവ് ആണോ, മാഗ്നറ്റിക് ടേപ്പ് ആണോ, ഹാർഡ് ഡിസ്ക് ആണോ, DRAM ആണോ? SSD എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ചിപ്പാണ് അല്ലേ. SSD എന്ന് പറയുന്നത് എന്താണ്, അതൊരു ചിപ്പാണ്. ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചും കൂടി വേഗത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം, വെയ്റ്റ്ലെസ് ആണ്. അങ്ങനെ ഇൻബിൽറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു സംഭവമാണ് ഏത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് ഏത്, SSDയുടെ പ്രത്യേകത. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ആണല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, മാഗ്നറ്റിക്കലി തിൻ കോട്ടഡ് പീസ് ഓഫ് പ്ലാസ്റ്റിക് റാപ്ഡ് അറൗണ്ട് എ വീൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇതിനകത്ത് വരുന്ന ഏതാണ്, മാഗ്നറ്റിക് ടേപ്പ് ആണ്. ഏതാണ്, മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 2 വീൽസിനകത്ത് ഇത് റാപ്പ് ചെയ്ത് ആ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, മാഗ്നറ്റിക് ടേപ്പ് ആണ്. മറ്റേ ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് പ്ലേറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, തിന്നായിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ്. അവിടെ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഷീറ്റ് ആണ് വരുന്നത്. ഓക്കെ, അതിന് പറയുന്ന പേര്, ഹാർഡ് ഡിസ്കിലെ ഇതിന് പറയുന്ന പേര് പ്ലേറ്റർ എന്നാണ്. പ്ലേറ്റർ. ഓക്കെ ആണല്ലോ. പ്ലേറ്റർ ഓർക്കണം, എന്താണ് പ്ലേറ്റർ എന്ന് പറയും. ഓക്കെ, പ്ലോട്ടർ ഉണ്ട്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓർത്ത് വെക്കുക, പലർക്കും തെറ്റുന്ന ഒരു കേസാണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലേറ്റർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ ഹാർഡ് ഡിസ്ക്. അതിനകത്ത് എന്തുണ്ട്, ഈ ഒരു ഓരോ ഡിസ്കിനകത്തും 2 ഹെഡുകൾ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഓരോ ഡിസ്കിനകത്തും എന്താണ്, 2 ഹെഡ്. ഇതിനകത്ത് കോൺസെൻട്രിക് ആയിട്ട് കുറച്ച് സർക്കിൾസ് ഉണ്ട്. അവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഏതാ, ഈ പ്ലേറ്റേഴ്സിനകത്ത് കുറച്ച് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ട്. അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു കോൺസെൻട്രിക് സർക്കിളിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ട്രാക്കുകൾ എന്നാണ്. ആ ഒരു കോൺസെൻട്രിക് സർക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന ഏതാണ്, ട്രാക്കുകൾ. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോർഷൻ കിട്ടുമല്ലോ. ഇതിനെ നമുക്ക് വിളിക്കുന്നത് സെക്ടർ എന്നാണ്. അതായത് നമുക്ക് ഇങ്ങനെ കുറേ അധികം കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവും. ഈ കോൺസെൻട്രിക് സർക്കിളിന് ട്രാക്ക് എന്നും, ആ ട്രാക്കിൽ ഒരു ജസ്റ്റ് ഒരു കോൺ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ജസ്റ്റ് ഒരു പോർഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ആ ട്രാക്ക് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തെ റാപ്ഡ് അറൗണ്ട് ഒരു വീൽസിന് ചുറ്റും അറൗണ്ട് എന്ത് ചെയ്തു, റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ എന്ത് പോയത്, മാഗ്നറ്റിക് ടേപ്പ് പോയത് കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്ത ഏതാണ്, DRAM ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. DRAM എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈനാമിക് റാം. അത് നമുക്കറിയാം 2 തരത്തിലുള്ള റാം ഉണ്ട്. ഏതാണ്, ഒന്ന് സ്റ്റാറ്റിക് റാമും മറ്റൊന്ന് ഏതാണ്, ഡൈനാമിക് റാമും. അതിനകത്ത് ഡൈനാമിക് റാമിനാണ് എപ്പോഴും എന്താണ്, റീഫ്രഷ്മെന്റ് ആവശ്യമുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു ലോക്ക് യുവർ വിൻഡോസ് 10 PC? വിൻഡോസ് 10 OS യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ
കീബോർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് 10 PC ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കീ ആണ്. അതിനകത്ത് ഒന്നെന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു കീ എന്ന് പറയുന്നത് മോഡിഫയർ കീസിനകത്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കീസിനകത്ത് വരുന്നതാണ്. അതായത് ഷിഫ്റ്റ് വോൾട്ട് കൺട്രോൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരെണ്ണം. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? വിൻഡോസ് ലോഗോ കീ പ്ലസ് എൽ ആണ് അല്ലേ? വിൻഡോസ് ലോഗോ കീ പ്ലസ് എൽ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റീഡ് ഓൺലി മെമ്മറി ക്യാൻ ബി ഇറൈസ്ഡ് ബൈ എക്സ്പോസിങ് ഇറ്റ് ടു ആൻ ഇലക്ട്രിക്കലി ചാർജ് ആൻഡ് ക്യാൻ ബി റീപ്രോഗ്രാംഡ് ആണ്. ഇലക്ട്രിക്കലി ചാർജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും, നമുക്കറിയാം മൂന്നാലെണ്ണം നമുക്ക് റോമിന്റെ കേസിൽ നമുക്കറിയാം പി റോം ഉണ്ട്, ഇ പി റോം ഉണ്ട്, ഇ പി റോം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ്? ഇ പി റോം അല്ലേ? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റീപ്രോഗ്രാംഡ്. അതിന് നമ്മൾ റീപ്രോഗ്രാമിന് പകരം നമുക്ക് റീറൈറ്റബിൾ എന്നും പറയാറുണ്ട് കേട്ടോ. റീറൈറ്റ് ചെയ്യുക, വീണ്ടും റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഴുതുന്ന കാര്യങ്ങളെയാണ് വായിക്കുന്നതിന് റീഡ് എന്നും പറയാറുണ്ട്. ഇനി മറ്റൊരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പി റോം എന്താ? പ്രോഗ്രാമബിൾ റീഡ് ഒൺലി. ഇതൊരു തവണ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇ പി റോം എന്ന് പറയുമ്പോൾ ഇവിടെ അൾട്രാവയലറ്റ് അല്ലെങ്കിൽ ലേസർ രശ്മികളുടെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ ഏതിന്റെ സഹായത്തോടു കൂടിയാണ്? ലേസർ ബീമിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇറേസ് ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും. മറ്റേ ഈ പി റോമിനകത്താണ് ഏത്? ഇലക്ട്രിക്കലി ഇറേസബിൾ. തിരിഞ്ഞു പോകരുത്. ഈ പി റോമിനകത്ത് ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്. ഈ പി റോം ഇറേസബിൾ ആണെങ്കിൽ അവിടെ ലേസർ ബീമുകളുടെ സഹായത്തോടു കൂടിയാണ്. ഏതിന്റെ സഹായത്തോടു കൂടിയാണ്? ലേസർ ബീമുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ തന്നെ സൂക്ഷിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റൊരു കേസോട് ഓർക്കണം. വോം എന്ന് പറയുന്ന ഒരു കേസ് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. വോം എന്താണ്? വോമിന്റെ ഫുൾ ഫോം എന്താ? വോം WRM. വോം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വൺസ്. ഓക്കെ, ഒരു മിനിറ്റ്. റൈറ്റ് വൺസ് റീഡ് മെനി എന്ന് പറയുന്ന കേസാണ്. ഓക്കെ, റൈറ്റ് വൺസ് റീഡ് മെനി എന്നുള്ള കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓർത്ത് വെച്ചിരിക്കുക. വോം എന്ന് പറയുമ്പോൾ റൈറ്റ് വൺസ് റീഡ് മെനി. ഓക്കെ, ഇത് മിക്കവാറും ഒക്കെ ഫുൾ ഫോമിന്റെ കൂടെ വരും. ഇനി അവിടെ ഈ നമ്മൾ ഒരു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CDR എന്ന് പറയുന്ന ഒരു കേസ് വരും. CDR എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ ആണ്. CDRW എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് ഫോം ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ഈ ഒരു എക്സാമിനേഷന് അബ്രിവേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ തന്നെ SSD പോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക. മിക്കവാറൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേസാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു പെർഫോം റീഡു ഓപ്പറേഷൻ ഏതാണ്? റീഡു ഓപ്പറേഷൻ ഒരു കാര്യം നമുക്കറിയാം. കൺട്രോൾ Z അടിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ + Z അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? അൺഡു ആണ് അല്ലേ? അൺഡു. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അത് അങ്ങോട്ട് പോകുന്നതാണ് ഏത്? കൺട്രോൾ Z. ഇനി ഒരെണ്ണം പോകുന്നതിന് മുന്നോട്ട് വരുന്നതാണ് ഏത്? റീഡു. അത് ഏതാണ്? കൺട്രോൾ Y ആണ്. ഏതാണ്? കൺട്രോൾ Y. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അതേതാണ്? കൺട്രോൾ Y. തിരിഞ്ഞു പോകരുത്. കൺട്രോൾ Z ആണ് അൺഡു. കൺട്രോൾ Z ആണ് ഏത്? അൺഡു. റീഡു എന്ന് പറയുമ്പോൾ അത് ഏത് വരും? കൺട്രോൾ Y. ഏതാണ്? കൺട്രോൾ Y. ഈ 6 കണ്ടുകൊണ്ട് ചാടി കയറി 6ലേക്ക് പോകരുത്. ഓക്കെ ആണല്ലോ? 6 കണ്ടുകൊണ്ട് ചാടി കയറി 6ലേക്ക് പോകരുത്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അങ്ങോട്ട് തരാണ്. ഫൈൻഡ് അതിന്റെ ഷോർട്ട് കട്ട് ഒന്ന് എഴുതാം. ഫൈൻഡ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഫൈൻഡ് റീപ്ലേസ് ആയാലും കുഴപ്പമില്ല. ഫൈൻഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുക?
ഒന്ന് ഇടുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഏതാണ് പറയുന്നത്, ഇനി കൺട്രോൾ പ്ലസ് പി എന്താണെന്നും കൺട്രോൾ വി എന്താണെന്നും ഇടുക. കൺട്രോൾ പ്ലസ് വി, ഈ രണ്ടെണ്ണം കൂടി എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. കൺട്രോൾ പിയും കൺട്രോൾ വിയും. അപ്പൊ മനസ്സിൽ വന്നു, എനിക്കറിയാം, ക്ലിയർ ആണ്, മനസ്സിലായി. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബോത്ത് എസ്റാം ആൻഡ് ഡിറാം ആർ റാൻഡം ആക്സസ് മെമ്മറി. സിമ്പിൾ, അത് കറക്റ്റ് തന്നെയാണ്. ഇനി താഴോട്ട് പോകേണ്ട ആവശ്യകതയില്ല. ഓക്കെ, ഇനി താഴെ അവിടെ പോകേണ്ട കാര്യങ്ങളില്ല. നോക്കിയേ, അവിടെ രണ്ട് തരത്തിലുള്ള റാമുകളാണുള്ളത്. ഒന്ന് എസ്റാമും മറ്റൊന്ന് ഡിറാമും. എസ്റാം എന്ന് പറയുമ്പോൾ ഏതാണ്? സ്റ്റാറ്റിക് റാമാണ്. ഡിറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈനാമിക് റാമാണ്. ഏതാണ്? ഡൈനാമിക് റാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് രണ്ടും റാൻഡം ആക്സസ് മെമ്മറി. അപ്പം ഈ എസ്റാം എന്ന് പറയുന്നത് നോൺ വോളന്റൈൽ അല്ല, അത് വോളന്റൈലാണ്. എസ്റാം എന്ന് പറയുന്നത് ഏതാണ്? വോളന്റൈലാണ്. ഇനി ഡിറാം എന്ന് പറയുന്നത് എസ്റാമിനെക്കാളും സ്ലോവർ ആണ്. ഡിറാം എന്ന് പറയുന്നത് എന്താണ്? എസ്റാമിനെക്കാളും സ്ലോവർ ആണ്. പിന്നെ ഡിറാമിനാണ് പീരിയോഡിക് ആയിട്ടുള്ള റീഫ്രഷിങ് ആവശ്യമായിട്ടുള്ളത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യേണ്ടത് ഏതിനു വേണ്ടിയാണ്? ഡിറാമിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളോട് അതായത് ഇപ്പോൾ എസ്റാം എന്ന് പറയുമ്പോൾ റിക്വയർസ് എ പീരിയോഡിക് റീഫ്രഷിംഗ് എന്നാണ് എഴുതിയത്. പക്ഷെ അങ്ങനല്ല, അത് ഡിറാമിനാണ് വേണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു 7 ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് തരുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ ഇനിയിപ്പോൾ എക്സാമിനേഷൻ കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴേ തന്നെ നിങ്ങളിത് പഠിക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ AZB അക്കാഡമി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ബൈ.